ഒന്നാമത്തെ വാക്യത്തിൽ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളത് ഒരു പ്രസന്റ് തിങ് ആണ്. അല്ലെങ്കിൽ ഇപ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നു. സ്റ്റിൽ ഐ ബിലീവ് മൈ ഗാഡ് ഈസ് വിത്ത് മീ. അത് ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു സത്യമാണ്. എന്നാൽ എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നുള്ളത് എൻ്റെ ഫ്യൂച്ചറാണ്. മൂന്നാമതായി, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അത് ശരിക്കും എൻ്റെ പാസ്റ്റാണ്. എൻ്റെ പ്രസന്റ് സിറ്റുവേഷനിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പാസ്റ്റും അവൻ്റെ കരങ്ങളിലാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് പലർക്കും ഓർക്കാൻ പോലും ഇഷ്ടമല്ലാത്തതാണ്, കഴിഞ്ഞകാല ജീവിതങ്ങൾ. എന്നാൽ അവിടെ ആ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വ്യഥകൾ, വേദനകൾ, വെല്ലുവിളികൾ, ദാവീദ് പറയുന്നുണ്ട്, കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പിശാച് ചില നിഴലുകൾ കാണിച്ചുകൊണ്ട്, ഇല്ലാത്ത ചിലതിനെ കേൾപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകളോട്, നിങ്ങളുടെ മാനസിക വികാരങ്ങളോട്, ഇച്ഛകളോടൊക്കെ പോരാടുന്നെങ്കിൽ, ആ പോരാട്ടങ്ങളുടെ നടുവിൽ നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഈ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. പിശാച് എന്നെ കാണിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നിഴലുകളെയും കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. യഹോവ എൻ്റെ കൂടെ ഉണ്ടല്ലോ. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ ആ ഒരു പ്രസന്റ് റിലേഷൻഷിപ്പ്, ഇപ്പോഴും ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്നെ കേൾക്കുന്ന, കാണുന്ന എൻ്റെ പ്രിയ സഹോദര, സഹോദരി, പ്രിയ ദൈവത്തിന്റെ പൈതലെ, ഇപ്പോഴും നിങ്ങൾക്ക് ദൈവത്തോടൊരു ബന്ധമുണ്ടോ? കർത്താവിനോട് ഇപ്പോഴും നിങ്ങൾക്കൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാകത്തില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭ്യമാകും. കർത്താവിന്റെ രാജ്യവും കർത്താവിന്റെ നീതിയും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം നൽകി തരുവാൻ ദൈവം മതിയായവനാണ്. ഇതിന്റെ ഒന്നാമത്തെ വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു. ആ ഇടയനാകുന്നെങ്കിൽ, ആ ഒരു ബന്ധം ദൈവത്തോടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തനിയേ സംഭവിക്കുന്നതാണ്. നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരുന്നു. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിനോടുള്ള ബന്ധം നിങ്ങളിൽ വർദ്ധിക്കട്ടെ.